നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിലെത്തി ഇപ്പോ തലമറന്ന് എണ്ണ തേക്കുന്നു എന്നാണ് നമ്മുടെ എം ഹംസക്ക പറയുന്നത്. ഈ തലമറന്ന് എണ്ണ തേക്കുന്ന ആള് മനസ്സിലായ നമ്മുടെ പന്നലാൽ, ശശി പന്നലാൽ. ഹംസക്ക ഇപ്പൊ പറയണുള്ളോ ഈ ശശി എണ്ണയുടെ ആളാന്നുള്ളത്. എന്ന് ശശി പന്നലാല് കോൺഗ്രസിൽ വന്ന് അന്ന് മുതൽ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോൺഗ്രസിന് വേണ്ടിയിട്ടല്ല, കോൺഗ്രസിൽ നിന്നുകൊണ്ടിട്ട് നല്ല എണ്ണപ്പരിപാടി നടത്തുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അത് ഹംസക്ക് പറയണുള്ളൂ. ഹംസക്ക് ഒന്നല്ലെങ്കിൽ KPCC അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള ആളല്ലേ. എന്താ തിരിച്ചറിയാത്തൊരു വഴുകി. വല്ല വാർഡില് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ തമ്മി തല്ലും ബഹളം ഇല്ലേ, അവനെ പിടിച്ച് ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക ഇല്ലേ. ഇമാതിരി ആൾക്കാർ പുതുതായിട്ടുണ്ട്, വരുമ്പോണ്ട് പിടിച്ച് കയറ്റും. വിശ്വപുരുഷനാണ്, തേങ്ങാക്കൊലയാണ്, ഒലക്കട മൂടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ എന്തായി? പവനായി ശവമായ ഹംസക്ക. ഹംസക്ക ഇപ്പൊ തൽക്കാലം മിണ്ടാതെ അവിടെ കുത്തിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശശി പന്നലാലിനെ കുറിച്ച് ഹംസക്ക പാർട്ടിയിൽ എന്തിനും പറഞ്ഞ ഹംസക്കാനെ പിടിച്ച് പുറത്താക്കും. പന്നലാല് ഈ എണ്ണപ്പരിപാടിയിലൂടെ അടിവേരിലൂടെ ശക്തമായിട്ടുള്ള പടർന്നു പന്തലിക്കലുണ്ടായിട്ടുണ്ട്. മനസ്സിലായ ഹംസക്ക? അപ്പൊ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ അവിടെ ഇരുന്നോ കേട്ടാ. ഒരു കാര്യം കൂടി ഹംസക്ക അങ്ങോട്ട് മനസ്സിലായിക്കോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഇപ്പൊ നിലവിലുള്ള BJP തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ശശി പന്നലാൽ കേന്ദ്രമന്ത്രി തന്നെ. അപ്പൊ അങ്ങനെയാണ് കെട്ടുപോഷേ അന്തർധാര സജീവമാണേ.